ജീവിതത്തിൽ വലിയൊരു മോഹമുണ്ടായിരുന്നു. ഒരുപാട് ജീവൻ രക്ഷിച്ചിട്ടുള്ള എത്രയോ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് പ്രണവ് ഓടിച്ചിരുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണ് ഇത്. ഇതൊന്നും ജസ്റ്റ് തൊടുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പിക്കുക, അത് ആ ആഗ്രഹം ഒന്ന് സപ്ലൈ അതിന്റെ ഒരു സന്തോഷത്തെ ആ ഒരു പുഞ്ചിരിയാണ് എന്റെ മുഖത്ത് കാണുന്നത്. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി. ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ പ്രസൻ ചേട്ടനാണ്. ആളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ കമൻറ്റ് ഉണ്ടായിരുന്നു, ആൾ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ കൂടെ ചായ കുടിക്കണമെന്നും അതുപോലെ നമ്മളെ വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസം സ്റ്റോർ ഇട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീട് വരുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ നമ്മളെ കാണാനായിട്ട് ഇപ്പോൾ ആൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കണ്ടതിൽ ഭയങ്കര സന്തോഷം. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രണവിനെ ഞാൻ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടന്ന സംഭവം മുതലും നല്ല പ്രണവ് സ്വാമിനെ ഞാൻ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നേ പ്രണവിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഒരുപാട് വീഡിയോ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ തോന്നിയ ആരാധനയാണ്. പക്ഷെ ഇതുവരെ എങ്ങനെ മീറ്റ് ചെയ്യണം, എങ്ങനെ കണ്ടുപിടിക്കണം ഈ ആളെന്ന് എനിക്കൊരു പരിചയമില്ല. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എപ്പോഴും തിരുവനന്തപുരത്തായിരിക്കുക. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോഴാണ് എനിക്ക് പ്രണവിന് ഇപ്പോൾ ഞാൻ വണ്ടി തേടി പിടിച്ചിട്ട് അതും വണ്ടി മാത്രമേ കണ്ടുള്ളൂ, ആളിവിടെ ടൗണിൽ എവിടെയായിരുന്നു. അപ്പോൾ തേടി പിടിച്ചത് എനിക്ക് എന്താ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇതേപോലെ സ്പീഡിൽ പോകണ ഒരാൾ. സ്പീഡ് എപ്പോഴും ഒരു എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരു ക്രൈസാണ്. എനിക്കും സ്പീഡ് നല്ല ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പല യങ് ജനറേഷൻസിനും ആർക്കും സ്പീഡ് എടുത്തിട്ട് എങ്ങനെയാണ് വണ്ടി നിർത്തേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ, പിന്നെ മാത്രമല്ല പ്രണവ് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സ്പീഡ് എടുത്ത് പോകണ എല്ലാവരും ഒരു ജീവൻ രക്ഷിക്കാനുള്ള പോക്കാണ്. അപ്പോൾ ആ ജീവൻ രക്ഷിക്കാനുള്ള പോക്കില് പ്രണവ് പ്രതിഫലം ആഗ്രഹിക്കേണ്ടതാണ് എപ്പോഴും സേവനം ചെയ്യുന്നത്. ചില സമയത്ത് അതിനൊരു പ്രതിഫലം കിട്ടും, ചില സമയത്ത് ഒന്നും കിട്ടില്ല. എന്നിട്ടും പ്രണവ് അത് എൻജോയ് ചെയ്തിട്ട്, വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് പ്രണവിന് ഇത്ര യങ് ബ്യൂട്ടി ആയിട്ട് വെച്ചിട്ടുള്ളത്, ഇങ്ങനെ ഒരു സ്റ്റാർ ആയിട്ട് വെച്ചിട്ടുള്ളത്. അത് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിനൊന്നും നേരിട്ട് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത്.